കോവിഡിൻ്റെ നിംബസ് എന്ന വകഭേദം അതിവേഗം പടരുന്നതായി റിപ്പോർട്ട്. തൊണ്ടയിൽ വേദനയുണ്ടാകുന്ന ഇതിനെ റേസർ ബ്ലൈഡ് തോട്ട് എന്നും വിളിക്കുന്നു. തൊണ്ടയിൽ ബ്ലൈഡ് കുടുങ്ങിയ വേദനയാണ് ഈ വകഭേദത്തിന് ഉണ്ടാവുക എന്ന് ഡോക്ടർമാർ അറിയിപ്പ് നൽകി. ഈ വകഭേദം ബാധിച്ച രോഗികൾ ഡോക്ടേഴ്സിൻ്റെ മുന്നിൽ എത്തുന്നതായിട്ട് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചൈനയിലും ഹോങ്കോങ്ങിലും വ്യാപകമായി പടർന്ന നിംബസ് USA ചില സംസ്ഥാനങ്ങളിലും പ്രത്യക്ഷപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു. USA കാലിഫോർണിയ, വാഷിംഗ്ടൺ, വിർജീനിയ, ന്യൂയോർക്ക് എന്നീ സംസ്ഥാനങ്ങളിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആസ്ട്രേലിയയിലും UK റിപ്പോർട്ടുകൾ ചെയ്തിട്ടുണ്ട്. നിംബസിൻ്റെ പ്രധാന ലക്ഷണമെന്നത് പനി, കുളിരുകോരൽ, ശ്വാസതടസ്സം, രുചിയും മണവും നഷ്ടപ്പെടൽ, ശക്തമായ തൊണ്ടവേദന ഇതാണ് ലക്ഷണങ്ങൾ. ഇത് മുൻ വകഭേദത്തേക്കാൾ അപകടമല്ലെന്ന് ലോക ഐക്യരാഷ്ട്ര സംഘടന പറയുന്നത്. ഒമിക്രോൺ വകഭേദത്തിൽ നിന്നുള്ള മാറ്റമായതിനാൽ മുൻ വാക്സിനുകൾ ഇതിനെ നേരിടാൻ സാധിക്കുമെന്നുമാണ് പഠന റിപ്പോർട്ടിൻ്റെ വിലയിരുത്തൽ. രാജ്യത്ത് കോവിഡ് കേസുകൾ 7000-ൽ തന്നെ തുടരുന്നു. 7262 കേസുകളാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് കേരളം, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ കോവിഡ് കേസുകൾ ഏറെയും. 2 ആഴ്ചകൾക്ക് ശേഷം കേരളത്തിൽ കോവിഡ് കേസുകൾ 2000-ന് താഴെയാണെന്നാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ 500-ന് മുകളിലാണ് കോവിഡ് ബാധിതർ. അതേസമയം സ്ഥിതി സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. മറ്റ് രോഗബാധിതർക്ക് കോവിഡ് മൂർച്ഛിക്കുന്നില്ല എന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്.